Hi guys, welcome to the classes of Free Path IAS presented by Shadow Broadcasting. നമുക്കിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിലേക്ക് കിടക്കാം, ദാറ്റ് ഈസ് കോൾഡ് വാർ. ബിഫോർ സ്റ്റഡിങ് അബൌട്ട് ദോസ് ബൈലാറ്ററൽ റിലേഷൻസ്, ഇന്ത്യ US റിലേഷൻ അല്ലെങ്കിൽ ഇന്ത്യ ചൈന റിലേഷൻസ് ഒക്കെ പഠിക്കുന്നതിന് മുന്നേ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ് പഠിക്കാൻ ആയിട്ട് ഉള്ള ഒരു ടോപ്പിക്കാണ് കോൾഡ് വാർ എന്നുള്ളത്. ഓക്കെ, കോൾഡ് വാർ ഇസ് എ പീരീഡ് ദറ്റ് 1945 to 1991. ഈ ഒരു പീരീഡ്, ഈ 45 എന്നുള്ള പീരീഡ് ഇന്ത്യയെ സംബന്ധിച്ച് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഓൾറെഡി നമ്മുടെ ഇൻഡിപെൻഡൻസ് സ്ട്രഗിളൊക്കെ നടക്കുന്ന ടൈമാണ്. അപ്പോൾ 1947 ശേഷം ഇന്ത്യ ഒരു കൺട്രി ഇതിലേക്ക് വന്ന ടൈമിൽ നടന്ന ഒരു പ്രധാനപ്പെട്ട വേൾഡ് ഇവൻ്റാണ് കോൾഡ് വാർ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ കോൾഡ് വാറിൽ ഇന്ത്യക്ക് വലിയ റോളുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇന്ത്യയുടെ പേര് എവിടെയും നമ്മൾ പറയുന്നില്ല. പക്ഷെ അതിന് ഒപ്പം കോൾഡ് വാറിൻ്റെ ഒപ്പം നടന്ന ഒരു ഇവൻ്റ് ആയിരുന്നു നോൺ അലൈഡ് മൂവ്മെന്റ്. അതിൽ ഇന്ത്യക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കോൾഡ് വാറിൽ നിന്ന് തുടങ്ങുന്നത്. ഓക്കെ, ദ കോൾഡ് വാർ വാസ് എ പീരീഡ് ഓഫ് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ ബിറ്റ്വീൻ ദ സോവിയറ്റ് യൂണിയൻ ആൻഡ് ഇറ്റ്സ് സാറ്റലൈറ്റ് സ്റ്റേറ്റ്സ് ആൻഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വിത്ത് ഇറ്റ്സ് അലീസ് ആഫ്റ്റർ ദ സെക്കൻഡ് വേൾഡ് വാർ. ഓക്കെ, കോൾഡ് വാർ എന്നുള്ളത് വാസ് എ പീരീഡ് ബിറ്റ്വീൻ 1945 to 1991. ഈ ഒരു പീരീഡാണ് കോൾഡ് വാറിൻ്റെ പീരീഡ്, ഏകദേശം 47 years. ഓക്കെ, ഇതൊരു ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ്റെ പീരീഡാണ്. ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ എന്ന് വെച്ചാൽ ഒരു വാർ അല്ല, പക്ഷേ സം സോർട്ട് ഓഫ് ചെറിയ ചെറിയ പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റീസ് അല്ലെങ്കിൽ ചെറിയ വാറിലേക്ക് നയിക്കുന്ന കുറച്ച് പ്രശ്നങ്ങൾ ഒക്കെ നടക്കുന്ന ഒരു പീരീഡിനെയാണ് നമ്മൾ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ എന്ന് പറയുക. ഓക്കെ, വാറല്ല, പക്ഷെ വാറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇവൻറ്റ്സ് നടക്കുന്നു. ഓക്കെ, ദാറ്റ് ഈസ് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ ബിറ്റ്വീൻ സോവിയറ്റ് യൂണിയൻ, അല്ലേ? സോവിയറ്റ് യൂണിയൻ മീൻസ് റഷ്യ ആൻഡ് ഇറ്റ്സ് സാറ്റലൈറ്റ് സ്റ്റേറ്റ്സ്. സോവിയറ്റ് യൂണിയൻ്റെ കൂടെയുള്ള കുറച്ച് സാറ്റലൈറ്റ് സ്റ്റേറ്റ്സും സോവിയറ്റ് യൂണിയനും, ഒപ്പം ആൻഡ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഓക്കെ, യുഎസിൻ്റെ കൂടെയുള്ള ഇറ്റ്സ് അലീസ് ആഫ്റ്റർ ദ സെക്കൻഡ് വേൾഡ് വാർ. ഓക്കെ, അപ്പോൾ രണ്ട് ഗ്രൂപ്പിംഗ് ആണ് വരുന്നത്. ഒന്ന് സോവിയറ്റ് യൂണിയൻ്റെ അണ്ടറിലുള്ള കുറച്ച് രാജ്യങ്ങൾ, രണ്ട് USA, അതുപോലെ USAയുടെ അണ്ടറിലുള്ള കുറച്ച് കൺട്രീസും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പീരീഡ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമാണ്. 1945 സെക്കൻഡ് വേൾഡ് വാർ തീരുന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ തുടർന്ന് നടന്ന ഇവൻ്റാണ് കോൾഡ് വാർ എന്നുള്ളത്. ഓക്കെ, പോസ്റ്റ് വേൾഡ് വാർ സെക്കൻഡ്, the world got divided into two power blocks dominated by two supreme powers, that is Soviet Union and US. Okay, second world warന് ശേഷം the world got divided into two powers, two blocks, അതായത് രണ്ട് ബ്ലോക്കുകളായിട്ട് വേൾഡ് മൊത്തത്തിൽ തിരിഞ്ഞു. ഓക്കെ, അത് ഡൊമിനേറ്റ് ചെയ്തിരുന്നത് രണ്ട് സൂപ്പർ പവേഴ്സ് ആണ്. അപ്പോൾ സോവിയറ്റ് യൂണിയൻ്റെ അണ്ടറിലുള്ള ഒരു പവർ ബ്ലോക്ക്, US-ൻ്റെ അണ്ടറിലുള്ള ഒരു പവർ ബ്ലോക്ക്. ഓക്കെ, the two supreme powers were primarily engaged in an ideological war between capitalist US and communist Soviet Union. Okay, അപ്പം നമ്മൾ പറഞ്ഞു ഐഡിയോളജിക്കൽ ആയിട്ടുള്ള ഒരു വാറാണ്. ലൈക്ക് അവരുടെ തിങ്കിങ് പ്രോസസ്സ് അല്ലെങ്കിൽ തോട്ട് പ്രോസസ്സ്, അവരുടെ ആക്ടിവിറ്റീസ് റിലേറ്റഡ് ആയിട്ട് വരുന്ന കുറച്ച് ഡിഫറൻസിൽ വന്നിട്ടുള്ള ഒരു വാർ പീരീഡാണ് കോൾഡ് വാർ എന്ന് പറയുന്നത്. ഓക്കെ, ക്യാപിറ്റലിസ്റ്റ് USA എന്ന് വെച്ചാൽ ക്യാപിറ്റലിസം ആണ് USA പ്രിവൈൽ ചെയ്യുന്ന എക്കണോമിക് സിസ്റ്റം. ഓക്കെ, അവിടെ അവർ ക്യാപിറ്റലിസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സുകളാണ് നടക്കുന്നത്, അല്ലെങ്കിൽ മാർക്കറ്റിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ അവിടെ ഇല്ല. ഗവൺമെൻറ്റിന് മാർക്കറ്റിലൊന്നും വലിയ റോളില്ലാത്ത ഒരു കൺട്രിയാണ് ഈ പറയുന്ന US എന്നുള്ളത്. ഓക്കെ, ആൻഡ് കൗണ്ടർ, അതാണ് നമ്മുടെ സോവിയറ്റ് യൂണിയൻ. ഓക്കെ, സോവിയറ്റ് യൂണിയൻ പ്രിവൈൽ ചെയ്യുന്ന സിസ്റ്റം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് സിസ്റ്റമാണ്. ഓക്കെ, കമ്മ്യൂണിസ്റ്റ് സിസ്റ്റം മീൻസ് അവിടെ ഗവൺമെൻറ്റിനാണ് ഫുൾ റോൾ. ഗവൺമെൻറ്റാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, ഗവൺമെൻറ്റിനാണ് കംപ്ലീറ്റ് റോൾ. അവിടുത്തെ മാർക്കറ്റ് എല്ലാം ഗവൺമെൻറ് ഓറിയൻറ്റഡ് ആയിരിക്കും. ഓക്കെ, അവിടെ ഫ്രീ മാർക്കറ്റ് എന്നുള്ള കൺസെപ്റ്റ് ഇല്ല. അപ്പോൾ ഈ രണ്ട് കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് എന്നുള്ള ഇവരുടെ ഐഡിയോളജിക്കൽ ഡിഫറൻസസ് ആണ് ശരിക്കും ഈ വാറിൻ്റെ ഒരു പ്രൈമറി റീസൺ എന്ന് പറയുന്നത്. ഓക്കെ, the term cold is used because there was no large scale fighting directly between the two sides. Yes, second world warന്റെ പോലെയുള്ള ലാർജ് സ്കെയിൽ ഫൈറ്റിങ്സ് ഒന്നും കോൾഡ് വാർ പീരീഡിൽ നടന്നിരുന്നില്ല. ഓക്കെ, നോ ലാർജ് സ്കെയിൽ ഫൈറ്റിംഗ്, വലിയ രീതിയിലുള്ള ഫൈറ്റ്സോ കാര്യങ്ങളോ ഒന്നും നടന്ന ഒരു ടൈം പീരീഡ് അല്ല കോൾഡ് വാർ എന്നുള്ളത്. ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ്, ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ആണ്. അതുകൊണ്ടാണ്
ഇതിന് നമ്മൾ കോൾഡ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദ കോൾഡ് വാർ വാസ് ബിറ്റ്വീൻ അലൈഡ് കൺട്രീസ് ആൻഡ് സോവിയറ്റ് യൂണിയൻ. ഓക്കെ, നമുക്കിനി നോക്കേണ്ടത് അപ്പം എന്താണ്? അലൈഡ് കൺട്രീസ്. ഓക്കെ, അപ്പൊ അലൈഡ് കൺട്രീസ് എന്ന് പറയുമ്പോൾ UK, ഫ്രാൻസ്, ഇവരൊക്കെ UK, ഫ്രാൻസ് മുതലായ കുറച്ച് രാജ്യങ്ങളായിരുന്നു അലൈഡ് കൺട്രീസ് എന്ന് പറയുന്നത്. അതിൽ ഉൾപ്പെട്ട രാജ്യം തന്നെയായിരുന്നു US-ഉം ഈ പറയുന്ന സോവിയറ്റ് യൂണിയനും. ഓക്കെ, അപ്പൊ കോൾഡ് വാർ എന്ന് പറയുന്നത് അലൈഡ് കൺട്രീസും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള വാറായിരുന്നു. ഓക്കെ, അപ്പൊ ഈ വേൾഡ് വാർ സെക്കൻഡ് പീരീഡിൽ 2 പവേഴ്സ് ഉണ്ടായിരുന്നു, അലൈഡ് പവേഴ്സ്, ആക്സിസ് പവേഴ്സ്. ഈ അലൈഡ് പവേഴ്സിലായിരുന്നു സോവിയറ്റ് യൂണിയനും US-ഉം ഒക്കെ. പക്ഷേ ആഫ്റ്റർ ദ സെക്കൻഡ് വേൾഡ് വാർ അലൈഡ് പവേഴ്സിന്റെ കൂടെ സോവിയറ്റ് യൂണിയന് ഒപ്പം നിൽക്കാനായിട്ട് സാധിച്ചില്ല, ഡ്യൂ ടു സം അതർ ഫാക്ടേഴ്സ്. ആ ഫാക്ടേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ആ ഫാക്ടേഴ്സ് കൊണ്ട് അലൈഡ് പവേഴ്സിന്റെ കൂടെ സോവിയറ്റ് യൂണിയൻ നിന്നില്ല. അതുകൊണ്ടാണ് സോവിയറ്റ് യൂണിയൻ അലൈഡ് പവേഴ്സിൽ നിന്നും പിന്മാറി. അങ്ങനെയാണ് കോൾഡ് വാർ വാസ് ബിറ്റ്വീൻ ദിസ് സോവിയറ്റ് യൂണിയൻ ആൻഡ് ദ അലൈഡ് കൺട്രീസ് എന്ന് പറയുന്നത്. ഓക്കെ, ദ സോവിയറ്റ് യൂണിയൻ ഒഫീഷ്യലി നോൺ ആസ് ദ യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്. ഓക്കെ, അപ്പോൾ സോവിയറ്റ് യൂണിയനെ ഒഫീഷ്യലി പറയുന്നത് എന്താണ്? യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്സ്, ദാറ്റ് ഈസ് USSR. ഓക്കെ, അപ്പോൾ US വേഴ്സസ് USSR, അതാണ് കോൾഡ് വാർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ പറയുന്ന USSR-ൽ ഏകദേശം 15 കൺട്രീസ് ഉണ്ട്. റഷ്യ ഉൾപ്പെടെയുള്ള 15 രാജ്യങ്ങളുണ്ട്. അർമേനിയ, അസർബൈജാൻ, ബെലാറസ്, എസ്റ്റോണിയ, ജോർജിയ, കസാക്കിസ്ഥാൻ, ലാത്വിയ, ലിത്വാനിയ, അങ്ങനെ ഏകദേശം 15 കൺട്രീസോളം വരുന്നുണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് ദ വേൾഡ്സ് ഫസ്റ്റ് കമ്മ്യൂണിസ്റ്റ് സ്റ്റേറ്റ് ദാറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1922. ഓക്കെ, റഷ്യയുടെ കാര്യമാണ് നമ്മൾ പറയുന്നത്, USSR-ന്റെ കാര്യമാണ് പറയുന്നത്, അല്ല സോവിയറ്റ് യൂണിയന്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ഇതെന്ന് പറയുന്നത് വേൾഡ്സ് ഫസ്റ്റ് കമ്മ്യൂണിസ്റ്റ് സ്റ്റേറ്റ് ആണ്, ലോകത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സ്റ്റേറ്റ് ആണ്. ദാറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1922. ഓക്കെ, ഇനി വാട്ട് ആർ ദ റീസൺസ് ഓഫ് കോൾഡ് വാർ? കോൾഡ് വാറിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തൊക്കെയാണ്? ഡ്യൂറിംഗ് ദ വേൾഡ് വാർ അലൈഡ് കൺട്രീസ് ആൻഡ് സോവിയറ്റ് യൂണിയൻ ഫൗട്ട് ടുഗദർ അഗെയിൻസ്റ്റ് ദ ആക്സിസ് പവേഴ്സ്. However, this wartime alliance could not work out after World War II due to multiple factors. നേരത്തെ പറഞ്ഞു, വേൾഡ് വാർ സെക്കൻഡിൽ അലൈഡ് കൺട്രീസിനൊപ്പം, അലൈഡ് കൺട്രീസ് ആയിരുന്നു US, UK, ഫ്രാൻസ്, ഒപ്പം തന്നെ നമ്മൾ പറഞ്ഞ സോവിയറ്റ് യൂണിയനും. ഓക്കെ, അവർ ഒരുമിച്ചായിരുന്നു ആക്സിസ് പവേഴ്സിന് എഗെയിൻസ്റ്റ്. ആക്സിസ് പവേഴ്സ് എന്ന് പറഞ്ഞാൽ ജർമ്മനി, ജപ്പാൻ, ഓസ്ട്രിയ മുതലായ രാജ്യങ്ങളായിരുന്നു ആക്സിസ് പവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ വേൾഡ് വാർ സെക്കൻഡിൻ്റെ സമയത്ത് അലൈഡ് കൺട്രീസിലായിരുന്നു സോവിയറ്റ് യൂണിയൻ. അലൈഡ് കൺട്രീസ് ആക്സിസ് പവേഴ്സിനെതിരെ ഫൈറ്റ് ചെയ്തു. അത് നമുക്കറിയാം സെക്കൻഡ് വേൾഡ് വാറിൻ്റെ റിസൾട്ട് എന്താണ്? അലൈഡ് പവേഴ്സ് ആക്സിസ് പവേഴ്സിനെ തോൽപ്പിച്ചു, ജർമ്മനീനെയൊക്കെ ഡിഫൈറ്റ് ചെയ്തിട്ടുള്ള കഥകളൊക്കെ നമ്മൾ അറിയാം. ഓക്കെ, അങ്ങനെ however this wartime alliance could not work out after World War II due to multiple factors. അപ്പോൾ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്ത് ഒരുമിച്ച് നിന്ന US-ഉം USSR-ഉം പിന്നീട് സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞിട്ടുള്ള സമയത്ത് അവർക്ക് ഒരുമിച്ച് നിൽക്കാനായിട്ട് പറ്റിയില്ല. അതിന് കുറച്ച് കാരണങ്ങളുണ്ട്. ഓക്കെ, അതിലെ ആദ്യത്തെ കാരണം, എന്തുകൊണ്ട് അവർ ഒരുമിച്ച് നിന്നില്ല എന്നുള്ളതിൻ്റെ ആദ്യത്തെ കാരണമാണ് ദ പോട്സ്ഡാം കോൺഫറൻസ്. ഓക്കെ, പോട്സ്ഡാം എന്നുള്ളത് ജർമ്മനിയിലെ ഒരു സ്ഥലമാണ്. ഓക്കെ, ദ പോട്സ്ഡാം കോൺഫറൻസ് വാസ് ഹെൽഡ് അറ്റ് ബെർലിൻ ഇൻ 1945 among US, UK ആൻഡ് സോവിയറ്റ് യൂണിയൻ. ഓക്കെ, അപ്പോൾ പോട്സ്ഡാം കോൺഫറൻസിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? US ഉണ്ട്, UK ഉണ്ട്, സോവിയറ്റ് യൂണിയൻ ഉണ്ട്. ഓക്കെ, ഇവർ 3 പേരും കൂടി എന്തൊക്കെയോ മാറ്റേഴ്സ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പോട്സ്ഡാം കോൺഫറൻസിലേക്ക് വന്നത്. ഇനി അവരെന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? ഇമ്മീഡിയറ്റ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ ഡിഫീറ്റഡ് ജർമ്മനി. ഓക്കെ, ഓൾറെഡി സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞപ്പോൾ ജർമ്മനി ഡിഫീറ്റഡ് ആയിരുന്നു. അപ്പോൾ ഡിഫീറ്റഡ് ആയ ജർമ്മനീനെ എങ്ങനെയൊക്കെ അഡ്മിനിസ്ട്രേഷൻ കൊടുക്കാം, അവരെങ്ങനെയൊക്കെ ലൊക്കേറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ. ഓക്കെ, അതായിരുന്നു ഫസ്റ്റ് റീസൺ. സെക്കൻഡ്, ഡിമാർക്കേഷൻ ഓഫ് ബൗണ്ടറി ഓഫ് പോളണ്ട്. ഓക്കെ, പോളണ്ടിന്റെ ബൗണ്ടറി തീരുമാനിക്കുക. ഓക്കെ, എത്ര വരെയാണ് പോളണ്ട് എന്ന കൺട്രിയുടെ ബൗണ്ടറി, അല്ലെങ്കിൽ അവർ എത്ര വരെ പോകണം എന്നുള്ളത് തീരുമാനിക്കാം. Occupation of Austria. Austria is also another country who was part of Allied powers, no, Axis powers. അപ്പോൾ ഓസ്ട്രിയനെ ഒക്യുപ്പൈ ചെയ്യാം, അല്ലെങ്കിൽ ഓസ്ട്രിയയുടെ ലൈക്ക് കിങ്
റൂൾ എങ്ങനെയൊക്കെ ഒക്യുപ്പൈ ചെയ്യാം എന്നുള്ളത്, അവിടെ ആരൊക്കെ ഭരിക്കണം എന്നൊക്കെ തീരുമാനിക്കുക. ഓക്കെ, ദെൻ റോൾ ഓഫ് സോവിയറ്റ് യൂണിയൻ ഇൻ ഈസ്റ്റേൺ യൂറോപ്പ്. ഓക്കെ, ഈസ്റ്റേൺ യൂറോപ്പിൽ സോവിയറ്റ് യൂണിയൻ്റെ റോൾ എന്താണ്, അവരെന്തൊക്കെ കാര്യങ്ങൾ ഈസ്റ്റേൺ യൂറോപ്പിൽ ചെയ്യാതിരിക്കണം എന്നൊക്കെ തീരുമാനിക്കാൻ വേണ്ടിയാണ് പോസ്ഡാം കോൺഫറൻസ് വന്നത്. അത് ഒരു റീസൺ ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞതിൽ ഒരു റീസൺ ആണ്. അതർ ഫാക്ടേഴ്സ്, പോസ്ഡാം കോൺഫറൻസിനൊപ്പം ഉള്ള അതർ ഫാക്ടേഴ്സ്, Soviet Union wanted some portion of Poland to be maintained as a buffer zone. However, the US and UK did not agree to this demand. Okay, Soviet Union already കുറച്ച് പോർഷൻസ്, ഏത് കൺട്രിയുടെ പോർഷൻ, പോളണ്ടിൻ്റെ പോർഷൻസ് അവരുടെ ബഫർ സോൺ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് പോളണ്ടിൻ്റെ കുറച്ച് പോർഷൻസ് സോവിയറ്റ് യൂണിയന് വേണമെന്ന് പറഞ്ഞു. പക്ഷേ USA-യും അതുപോലെ തന്നെ UK-യും ആ ഡിമാൻഡ് എഗ്രി ചെയ്തില്ല. ഓക്കെ, also USA did not inform the Soviet Union about the exact nature of the atomic bomb. നമുക്കറിയാം ഹിരോഷിമ നാഗസാക്കി അവർ ബോംബ് ഡ്രോപ്പ് ചെയ്ത കഥയൊക്കെ നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ആ ഡ്രോപ്പ് ചെയ്ത ബോംബിൻ്റെ യഥാർത്ഥത്തിലുള്ള ആണവ ശക്തി എത്രയാണ്, അല്ലെങ്കിൽ അതിൻ്റെ സീക്രട്ട് ഉണ്ടാവുമല്ലോ, അത് സോവിയറ്റ് യൂണിയനോട് USA പറഞ്ഞില്ല. This created suspicion in Soviet Union about the intentions of Western countries embittering ഓഫ് അലയൻസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഓൾറെഡി സസ്പെഷൻ വന്നു. ആർക്ക്? സോവിയറ്റ് യൂണിയൻ സംശയം വന്നു, ഇവരുമായിട്ടുള്ള റിലേഷൻ കൊണ്ടുപോകണോ എന്നുള്ള രീതിക്ക് അവർക്ക് സോവിയറ്റ് യൂണിയനൊരു സംശയം വന്നു. US ആയിട്ടുള്ള റിലേഷൻ അത്ര നല്ലതായിരിക്കുമോ എന്നുള്ള രീതിക്ക് ഡൗട്ട് വന്നു. അങ്ങനെ സോവിയറ്റ് യൂണിയന് ഈ പറയുന്ന അലയൻസിൽ സസ്പെഷൻ വന്നു, സസ്പെക്റ്റ് ചെയ്യപ്പെട്ടു, അവർക്ക് സസ്പെക്ഷൻ തോന്നി, ഇവരുമായിട്ട് എത്ര നന്നായി പോകുമോ എന്നൊന്നും പിന്നീട് അത്ര ഉറപ്പില്ലാത്തൊരു സിറ്റുവേഷൻ വന്നു. അടുത്ത ഒരു റീസൺ, അപ്പോൾ പോസ്ഡാം കോൺഫറൻസിൻ്റെയാണ് നമ്മൾ പറഞ്ഞ രണ്ട് കാര്യങ്ങളും. ഓക്കെ, സോ പോസ്ഡാം കോൺഫറൻസിൽ പറഞ്ഞിട്ടുള്ള ഇമ്മീഡിയറ്റ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജർമ്മനി, ഡിമാർക്കേഷൻ ഓഫ് ബൗണ്ടറി ഓഫ് പോളണ്ട്, ഒക്യുപ്പേഷൻ ഓഫ് ഓസ്ട്രിയ, റോൾ ഓഫ് സോവിയറ്റ് യൂണിയൻ ഇൻ ഈസ്റ്റേൺ യൂറോപ്പ്. അതിൻ്റെ കൂടെയാണ് നമ്മൾ പറഞ്ഞത് പോളണ്ടിൻ്റെ ബൗണ്ടറിയുടെ കാര്യം, ഒപ്പം തന്നെ നമ്മുടെ ആറ്റോമിക് ബോംബിൻ്റെ കാര്യം. അപ്പോൾ അതൊരു റീസൺ, പോസ്ഡാം കോൺഫറൻസിൽ വന്നിട്ടുള്ള കുറച്ച് ഡൗട്ടുകൾ ഒരു റീസൺ. ഇനി അടുത്ത റീസൺ ആണ് ട്രൂമാൻസ് ഡോക്ട്രൈൻ. ഓക്കെ, ട്രൂമാൻ എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ആ സമയത്തെ പ്രസിഡന്റ് ആയിരുന്നു ട്രൂമാൻ. ട്രൂമാൻസ് ഡോക്ട്രൈൻ വാസ് അനൗൺസ്ഡ് ഓൺ March 12, 1947 ബൈ US പ്രസിഡന്റ് ഹാരി എസ് ട്രൂമാൻ. ആ സമയത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു ഹാരി എസ് ട്രൂമാൻ. ഓക്കെ, അപ്പോൾ ട്രൂമാൻ ഡോക്ട്രൈൻ എന്തായിരുന്നു? ദ ട്രൂമാൻ ഡോക്ട്രൈൻ വാസ് എ US പോളിസി ടു സ്റ്റോപ്പ് ദ സോവിയറ്റ് യൂണിയൻസ് കമ്മ്യൂണിസ്റ്റ് ഇംപീരിയലിസ്റ്റ് endeavors through various ways like providing economic aid to other countries. Okay, സോവിയറ്റ് യൂണിയനായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ്റെ ഒക്കെ ബൗണ്ടറിയിൽ നിൽക്കുന്ന ഒരുപാട് കൺട്രീസ് ഉണ്ട്. ആ കൺട്രീസിന് എക്കണോമിക് എയ്ഡ് കൊടുത്ത് അവരെ ഈ സോവിയറ്റ് യൂണിയൻ്റെ അണ്ടറിൽ വരാതിരിക്കാൻ വേണ്ടി അവർക്ക് കുറച്ച് എക്കണോമിക് എയ്ഡുകൾ കൊടുക്കുക എന്നുള്ള രീതിക്കായിരുന്നു. അതിനെയാണ് ട്രൂമാൻസ് ഡോക്ട്രൈൻ എന്ന് പറയുന്നത്. എക്കണോമിക് എയ്ഡ് എന്ന് പറഞ്ഞാൽ അവർക്ക് സാമ്പത്തികമായ സഹായങ്ങൾ കൊടുക്കുക. USSR അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ്റെ അണ്ടറിൽ വരുന്നതല്ല, സോവിയറ്റ് യൂണിയനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ആ ഏരിയയിൽ നിൽക്കുന്ന കുറച്ച് കൺട്രീസിന്. ഓക്കെ, ഫോർ എക്സാമ്പിൾ US അപ്രോപ്രിയേറ്റഡ് ഫിനാൻഷ്യൽ എയ്ഡ് സപ്പോർട്ട് ടു എക്കണോമീസ് ആൻഡ് മിലിറ്ററീസ് ഓഫ് ഗ്രീസ് ആൻഡ് ടർക്കി. കണ്ടോ, US ആർക്കൊക്കെ എക്കണോമിക് എയ്ഡ് കൊടുത്തു? ഗ്രീസിനും ടർക്കിക്കും എക്കണോമിക് എയ്ഡ് കൊടുത്തു US. ഓക്കെ, ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ്, ട്രൂമാൻസ് ഡോക്ട്രൈൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ പറയുന്നത്. Historians believe that the announcement of this doctrine marked the official declaration of Cold War. അപ്പോൾ കോൾഡ് വാറിൻ്റെ ഒഫീഷ്യൽ ഡിക്ലറേഷൻ നടന്നത് ഈ ട്രൂമാൻസ് ഡോക്ട്രൈൻ എന്നുള്ള സംഭവം വന്നോട് കൂടിയിട്ടാണ്. ഓക്കെ, 1947. ഇനി അതപ്പോൾ ഒരു റീസൺ പറഞ്ഞു. അടുത്ത റീസൺ, ദ ഫൈനൽ റീസൺ ഈസ് Iron Curtain. Iron Curtain is a political, military and ideological barrier that erected by the Soviet Union after the World War II to seal off itself and its dependent Eastern and Central European allies from open contact with the West and other non-communist areas. ഓക്കെ, ഇതൊരു ഐഡിയോളജിക്കൽ ആയിട്ടുള്ള ഒരു ബാരിയറാണ്, ശരിക്കുള്ള ഒരു ബാരിയർ അല്ല, പക്ഷെ ഒരു ഐഡിയോളജിക്കൽ ബാരിയറാണ്. ഈ ബാരിയർ എന്തിനായിരുന്നു? വെസ്റ്റ് ഏരിയ അതുപോലെ തന്നെ നോൺ കമ്മ്യൂണിസ്റ്റ് ആയിട്ടുള്ള ഏരിയാസിൽ നിന്ന് സോവിയറ്റ് യൂണിയനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കൺട്രീസിനെ മാറ്റി നിർത്തുക. അതിനു വേണ്ടിയിട്ട്
അവർ ചെയ്ത ഒരു സംഭവമാണ് അയൺ കർട്ടൈൻ എന്ന് പറയുന്ന ഒരു ഐഡിയോളജിക്കൽ ബാരിയർ. ഓക്കെ. ഓൺ ദ ഈസ്റ്റ് സൈഡ് ഓഫ് അയൺ കർട്ടൈൻ were countries that were connected or influenced by Soviet Union. ഓക്കെ, ഓൾറെഡി ഈസ്റ്റ് സൈഡിൽ ഈ പറയുന്ന സോവിയറ്റ് യൂണിയനുമായിട്ട് കണക്ട് ചെയ്തപ്പെട്ട കമ്മ്യൂണിസ്റ്റ് നാഷൻസ് ആണ്. അപ്പോൾ അവരെ വെസ്റ്റ് സൈഡിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന അയൺ കർട്ടൈൻ എന്ന് പറയുന്ന സംഭവം തുടങ്ങിയത്. ഓക്കെ, വൈൽ ഓൺ ദ വെസ്റ്റ് സൈഡ് ദർ ആർ കൺട്രീസ് ആൻഡ് അലീസ് ഓഫ് US ആൻഡ് UK. ഓക്കെ, അപ്പോൾ വെസ്റ്റ് സൈഡിൽ എന്തായിരുന്നു? US-ഉം UK ഒക്കെ ആയിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള കൺട്രീസ് ആയിരുന്നു. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും കോൾഡ് വാറിൻ്റെ സ്റ്റാർട്ടിങ് റീസൺസ് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.